ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒരു 4-5 മാസം മുന്നേ ഉണ്ടായൊരു സംഭവമാണ്. ഞാനും നാട്ടിലത്തെ ഒരു ബംഗാളിയും തമ്മിലുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. കുറച്ച് സ്പൈസിയാണ്. ഈ ബംഗാളി എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ വർക്ക് ചെയ്യണം നാട്ടിൽ തന്നെ. അപ്പോൾ ഇവന് ജോലി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കൊരു 12 മണി 1 മണി തൊട്ടിട്ടാണ് ഇവന് അവിടെ ഡ്യൂട്ടി തുടങ്ങുള്ളൂ. കാരണം പിന്നെ ഉച്ചയ്ക്ക് ഈവനിങ് ടൈമാണല്ലോ ഇവരുടെ ഫാസ്റ്റ് ഫുഡ് കടയുടെ കച്ചവടം വരണം. അപ്പോൾ ആ സമയം തൊട്ടിട്ട് ഉച്ച ടൈം തൊട്ടിട്ട് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ കട സ്റ്റാർട്ടായി രാത്രി 10 മണി വരെ. അപ്പോൾ രാവിലത്തെ സമയം ഇവൻ ഓരോ വീട്ടിൽ ചെറിയ ചെറിയ പണിക്ക് പോകും. എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മണിക്കൂറിലൊക്കെ തീരണം അങ്ങനത്തെ ജോലി. അപ്പോൾ അതിന് ഇവൻ കൂലിയായിട്ട് ഒരു 100 രൂപ വാങ്ങും, അല്ലെങ്കിൽ ഒരു 100 to 200 രൂപയൊക്കെ വാങ്ങുവാൻ. അപ്പം അങ്ങനത്തെ പണി. ഇപ്പോൾ സീസണായതുകൊണ്ട് ചക്ക ഇടാൻ, അല്ലെങ്കിൽ മാങ്ങ ഇടാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഭവത്തിനൊക്കെ ഇവൻ പോവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ മെയിൻ പണി എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കാറ് കഴുകിയിടുക, ബൈക്ക് കഴുകിയിടുക, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ചെറിയ പരിപാടി. അപ്പോൾ കാറൊക്കെ ആണെങ്കിൽ ഇവൻ 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കഴുകും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉള്ളിലത്തെ മാറ്റൊക്കെ എടുത്ത് കുടഞ്ഞ്, പിന്നെ പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെടിപ്പായിട്ട് കഴുകി തരും. അതുപോലെ ബൈക്കും. അപ്പോൾ ബൈക്കും കാറും കഴുകി കഴിഞ്ഞാൽ ഇവനൊരു 300 രൂപ കൊടുക്കും. അപ്പോൾ വീട്ടിലാരെങ്കിലുള്ള സമയമാണെങ്കിൽ ഇവന് ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൻ കാറും ബൈക്കൊക്കെ കഴുകി. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഒരു ടാങ്ക് കലക്കി കൊടുന്നു അവന്. അപ്പോൾ ടാങ്ക് കലക്കി ഇങ്ങനെ, ഇവൻ ബംഗാളിയാണ്, കറക്റ്റ് ബംഗാളിയാണ്. ബംഗാളി ഭാഷയൊക്കെ പറയും. മലയാളം അധികം അറിയത്തില്ല അവന്. അപ്പോൾ ഇവൻ ബംഗാളിയിൽ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും തിരിച്ച് ചിരിച്ചിങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെയോ മോഡൽസിൻ്റെ ഇത് നോക്കിയിരിക്കുകയായിരുന്നു, മറ്റേ സബ്സ്ക്രിപ്ഷൻ കണ്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതൊരു മലയാളി മോഡലിൻ്റെ ആയിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കണ്ടൻറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അവൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അവൻ എനിക്കിങ്ങനെ ഫോൺ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ സമയത്ത് മറ്റേ പർപ്പിൾ അവരുടെ ആയിരുന്നു തോന്നുന്നുണ്ട് ആ സംഭവം. അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത് വേറെ ആരുടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ആരെയും സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ വേറെയും പല മലയാളി ഇൻസ്റ്റാ മോഡൽസിൻ്റെ ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു, ഒരു 3-4 എണ്ണം. ഇപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊക്കെ റേറ്റ് ഉണ്ടല്ലോ. ഒരു മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടതിന് ഇത്ര റേറ്റ് ഉണ്ട്. ഒരാൾക്ക് 200, ഒരാൾക്ക് 300, അങ്ങനെ ഓരോ റേറ്റ് ഉണ്ട്. അതുപോലെ പിന്നെ അതൊക്കെ നോർത്ത് ഇന്ത്യൻ മോഡൽസിൻ്റെയും സംഭവങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നി, ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ കണ്ടൻറ്റ് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം. പക്ഷേ എനിക്കാണെങ്കിൽ വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതില്ല. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എങ്ങാനും മിസ്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരടി ലാഭമാണെന്നല്ലോ വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സബ്സ്ക്രിപ്ഷൻ കണ്ടൻറ്റ് എനിക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിക്സ് മാത്രമായിട്ടുള്ളത് എങ്ങാനും സെൻഡ് ചെയ്ത് തരുമെന്ന്. അപ്പോൾ അവൻ തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പെൻ ഡ്രൈവിൽ കുറച്ച് കളക്ഷൻ കിടക്കുന്നുണ്ട്, അത് സബ്സ്ക്രിപ്ഷനൊന്നുമല്ല, മറ്റേ വീഡിയോസ് തന്നെ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇവൻ എക്സ്ചേഞ്ച് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവനെ റൂമിലേക്കൊക്കെ വീട്ടിൽ കയറിപ്പോയി പെൻ ഡ്രൈവ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് തരാം, എൻ്റെ അടുത്ത് മറ്റേ ഇതുണ്ട്, ഞാൻ വേണമെങ്കിൽ കൂടെ OTG കേബിളും കൊടുത്തിട്ട് കോപ്പി ചെയ്ത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ നേരത്തെ വന്നപ്പോൾ ഉള്ള ചിരിയും ഇതൊക്കെ പോയി. ഞാൻ നിർബന്ധിക്കണുണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പുല്ല് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാലും ഞാൻ അത്രയ്ക്കും താഴ്മയായിട്ട് ചോദിച്ചാണ് അവൻ്റെ അടുത്ത്. എന്നാലും അവന് തരായിരുന്നു. ഞാൻ പിന്നെ ഇത്ര 4-5 മാസമായി. ഞാനിപ്പോൾ പിന്നെ അതിന് ശേഷം ഇവനെ കാറും ബൈക്കും കഴുകാൻ വിളിച്ചിട്ടില്ല. എന്നാലും ഇവൻ അത്രയ്ക്കൊരു ജാട പാടില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ജോലിക്ക് നിൽക്കണ കട എൻ്റെ ഫ്രണ്ടിൻ്റെ വാപ്പയുടെയാണ്. വേണമെങ്കിൽ എനിക്ക് അവൻ്റെ ജോലിയൊക്കെ കളയിപ്പിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചെളു കേസിനൊന്നും അങ്ങനെ ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ വിചാരിച്ച് പോകുന്നു. ഞാനിടയ്ക്ക് കൊള്ളിയും പൊട്ടി അടിക്കാൻ മുമ്പ് ഇവനെ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ പണ്ടത്തെ പോലെ മൈൻഡൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ നാളെ വേറൊരു സംഭവമായിട്ട് വരാം. മുന്നേ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വേറൊരു സംഭവമായിട്ട് വരാം.